മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ധന്യമായിട്ടുള്ള ഒരു പുതിയ പരിപാടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ആവിഷ്കരിക്കുകയാണ്. ഇത്രയും കാലം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടുന്നതിൻ്റെ ഡൊണേഷനായി ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിക്കാനോ ചികിത്സയ്ക്കോ അത്യാവശ്യം ജീവിതോപകരണങ്ങൾ വാങ്ങിക്കാനോ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനോ ആയിട്ട് സേവനം സമർപ്പണം എന്ന രീതിയിൽ നൽകുമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരാൾ ക്യാൻസർ രോഗികൾക്ക് എന്ന് പറഞ്ഞ് 30,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു തന്നു. 30,000 രൂപ അയച്ചു തരുമ്പോൾ അത് ക്യാൻസർ രോഗികൾക്ക് എത്തിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ തിരുവനന്തപുരം RCCയിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ രാജീവ്, ഓങ്കോളജിസ്റ്റ്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന രോഗികൾക്ക് അദ്ദേഹം ധാരാളം മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ രോഗം മാറിയ ഒരു വ്യക്തി നമ്മളെ അറിയിക്കുകയുണ്ടായി, സാറാണ് ഹെൽപ്പ് ചെയ്തത് എന്ന്. ഞാൻ ഡോക്ടർ രാജീവ് സാറിൻ്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു. ഞങ്ങൾക്കും അങ്ങയുടെ മിഷനിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്, എങ്ങനെയാണ് അതിൽ പങ്കെടുക്കുക? ഒരാൾ 30,000 രൂപ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ധാരാളം CD-കൾ കേൾക്കാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടണമെന്നും സാറിനെ നേരിട്ട് വന്ന് കാണണമെന്നും എല്ലാം ആഗ്രഹമുണ്ടെന്ന് ഇത്രയും വലിയൊരു മനുഷ്യൻ പറഞ്ഞു. അവസാനം കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു മിഷൻ ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അവിടെ രോഗികൾ ധാരാളം പേർക്ക് വർഷത്തിലൊരിക്കൽ 4,000, 5,000 രൂപയുടെ 1-2 ഇഞ്ചക്ഷൻ വേണം. ദിവസവും അത് വേണ്ട. 6 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ. വളരെ പാവപ്പെട്ട രോഗികളാണ്. അവർക്ക് 4,500 രൂപയൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഈ ഡോക്ടർ രാജീവ് സാറിനോട് പറഞ്ഞു, അങ്ങനെയുള്ള രോഗികളുടെ ബന്ധുക്കളെ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുക. അവര് സാറിൻ്റെ കത്തും കൊണ്ടുവരികയാണെങ്കിൽ നേരിട്ട് അവർക്ക് ക്യാഷായിട്ട് അവരുടെ മരുന്ന് വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നുണ്ടാവും. അദ്ദേഹം അത് വളരെ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ധാരാളം വ്യക്തികളും സംഘടനകളും പല പല രോഗത്തിൽ ചികിത്സിക്കാനെന്ന പേരിൽ ഡൊണേഷൻ വാങ്ങിച്ച് അത് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് സംഘടനകളിലൂടെ ചിലപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയെന്ന് വരില്ല. ചിലപ്പോൾ ചില മതത്തിൻ്റെ വിഭാഗങ്ങളിലേക്ക് അത് പോയി എന്ന് വരും. ചിലപ്പോൾ ചില ഇസത്തിൻ്റെ വിഭാഗങ്ങളിലേക്ക് പോയി എന്ന് വരും. അതുകൊണ്ട് ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ഏത് ഇസത്തിലുള്ള ആളാണെങ്കിലും വേദനിക്കുന്ന രോഗിയെ ഞാൻ ചികിത്സിക്കുന്നവർ ആഴ്ചയിൽ 3, 4, 5 പേർക്ക് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അടുത്ത ഇഞ്ചക്ഷൻ യഥാർത്ഥത്തിൽ അടുത്ത വർഷം കൊടുത്താൽ മതി. അത്രയും കാലം അവർ ആരോഗ്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ രീതിയിലൊരു യജ്ഞം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഏറ്റെടുത്തിരിക്കുന്ന മഹായജ്ഞമാണ്. 2006 മുതൽക്ക് 10 വർഷമായി സേവനം സമർപ്പണം എന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു അമ്പലമുണ്ട്, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം. അവിടെ 2 ഭണ്ഡാരം വെച്ചിരിക്കുന്നതും രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. ഗണപതിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതും ശിവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഭണ്ഡാരങ്ങളും പിന്നെ വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്, ബോക്സ്.
വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും രോഗികൾക്കും എൻ്റെ സമർപ്പണം എന്ന് പറഞ്ഞ് ശരിക്കും ശിവന്റെ മുമ്പിലുള്ള ഭണ്ഡാരത്തിൽ വീഴുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഈ പ്രത്യേക പാത്രത്തിൽ വീഴുന്നുണ്ട്. അത് അത്രയും കാലം നമ്മൾ ഡോക്ടർ VP ഗംഗാധരൻ സാറിന് കൊടുത്തുകൊണ്ടിരുന്നു. ഗംഗാധരൻ സാറ് നേരെ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് കൊടുക്കും. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി നമുക്ക് റെസീറ്റ് അയച്ചു തരും. അപ്പൊ ഇത് നേരിട്ട് രോഗികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു മഹായജ്ഞം ഏറ്റെടുത്തിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരു പോയിന്റ് കൂടി എനിക്കെതിരെ ജഹാംഗീർ എന്ന് പറയുന്ന ഒരു സ്യൂഡോ അഡ്വക്കേറ്റ് പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അല്ല, ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആണെന്ന് തെറ്റായിട്ട് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കേസ് നടത്താനായിട്ട് എൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 10,000 5,000 രൂപ അയച്ച 2-3-4 പേരുണ്ട്. അവരൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എനിക്ക് കേസ് നടത്തേണ്ടി വരികയാണെങ്കിലും എനിക്ക് പെൻഷൻ ഉണ്ട്, അത് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളുടെ ഡൊണേഷൻ ഉപയോഗിക്കുന്നതിന് പകരം അതും ഈ RCCയിലെ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഡോക്ടർ രാജീവ് സാറിൻ്റെ കീഴിൽ മരുന്ന് വാങ്ങിക്കാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാനും പോലും ബുദ്ധിമുട്ടിയിട്ട് ഇനിയും കുറച്ചു കാലവും കൂടി ജീവിക്കണമെന്ന ഹൃദയസ്പർശിയായ ആഗ്രഹത്തോടുകൂടി, ധന്യമായിട്ട് കുറെ കാലം കൂടി ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പ്രായമാകാത്തവര്, പ്രായമായവര്, വളരെ ചെറുപ്പക്കാര്, ഇങ്ങനെ ജീവിതത്തെ നോക്കി തുറിച്ചു നിൽക്കുന്ന അവർക്ക് അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മരുന്ന് സാധിക്കുമെങ്കിൽ പൂർണ്ണമായിട്ടും ഇതേ രീതിയിൽ കൊടുക്കാൻ നമുക്ക് ഇവിടെ വരുന്നതിൻ്റെ ഒരു വലിയ ഭാഗം അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സേവനം സമർപ്പണം എന്ന ആ പരിപാടിയിൽ വളരെയധികം ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളൊക്കെ ഇപ്പൊ കുറേ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പഠന മെറ്റീരിയൽ കൊടുക്കാറുണ്ട്, മരുന്ന് കൊടുക്കാറുണ്ട്, ജീവിതോപകരണങ്ങൾ കൊടുക്കാറുണ്ട്, കണ്ണടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിമുകൾ കൊടുക്കാറുണ്ട്. പിന്നെ കുറേ സ്കൂളുകൾക്ക് നമ്മൾ അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അരി തികയില്ല എന്നറിയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അരി എത്തിക്കാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ RCCയുമായിട്ട് സഹകരിച്ച് ഒരു മഹായജ്ഞം കൂടി നമ്മൾ നടത്തുന്നു. വളരെ വളരെ സന്തോഷത്തോടു കൂടി അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.